ഉറങ്ങിക്കിടന്ന യുവതിക്കും അവളുടെ അമ്മയ്ക്കും നേരെ ആസിഡ് ആക്രമണം. 23-കാരിക്ക് ദാരുണാന്ത്യം. കൊടും ക്രൂരത. രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ വീടിന്റെ ഓട് പൊളിച്ച്. ഉത്തർപ്രദേശിലെ ഖുഷിനഗറിലാണ് സംഭവം. അവിടെ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ആ പെൺകുട്ടിയും അവളുടെ അമ്മയും. അവർക്ക് നേരെയാണ് ആസിഡ് ആക്രമണമുണ്ടായത്. ഈ ആക്രമണത്തിൽ കാജൽ എന്ന 23-കാരിയാണ് മരിച്ചത്. ആസിഡ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു അവളുടെ അമ്മയ്ക്കും. അവളുടെ അമ്മ ലീലാവതി ദേവി അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മേൽക്കൂര വഴി വീടിനുള്ളിൽ കയറിയ അജ്ഞാതനായിട്ടുള്ള ആ അക്രമി സംഘം ഉറങ്ങിക്കിടക്കുകയായിരുന്ന 2 പേർക്ക് നേരെ ആസിഡ് ഒഴിക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി രാംകോള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മോർവാൻ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു ആസിഡ് ആക്രമണം നടക്കുന്നത്. थाना क्षेत्र रामकोला के मुरवन इमलिया गांव में अभिषेक यादव पुत्र प्रभुनाथ यादव के द्वारा एक तहरीर दिया गया है, जिसमें इनके द्वारा बताया गया है कि इनकी बहन रात्रि में 1:30 बजे के आसपास अपने घर में सो रही थी। उस समय किसी के द्वारा जो है ज्वलनशील पदार्थ फेंका गया और उसके पश्चात जो है इनको अस्पताल ले जाया गया, जहाँ पे मृत्यु हो गई है। तहरीर में इनके द्वारा 2 व्यक्ति पे जो है शक जाहिर किया गया है, जिनका नाम अभिमन्यु यादव है और छोटू कुशवाहा है। पुलिस की जो है 5 टीमें लगी हुई हैं इनकी शीघ्र गिरफ्तारी के पश्चात जो है अग्रिम वैधानिक कार्रवाई की जाएगी। सुसंगत धाराओं में अभियोग पंजीकृत कर लिया गया है, अग्रिम कार्रवाई की जाएगी। ആ കാജൽ എന്ന പെൺകുട്ടിയുടെയും അമ്മ ലീലാവതിയുടെയും നിലവിളി കേട്ടാണ് അവരുടെ വീട്ടിലെ കുടുംബനാഥൻ പ്രഭുനാഥ് യാദവ് ആ മുറിയിലേക്ക് ഓടിയെത്തുന്നത്. ആ ഓടിയെത്തി ലൈറ്റിട്ട് നോക്കിയപ്പോഴേക്കും ആ പ്രതികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ 2 പേരെയും അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ, ഖുഷിനഗർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഗോരഖ്പൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഏറ്റവും അവിചാരിതമായിട്ടായിരുന്നു അത്തരത്തിലൊരു ആക്രമണമെന്ന് ബന്ധുക്കൾ പറയും. वही तेजाब उसके ऊपर फेंका गया है लड़की के ऊपर। जी। क्या लड़की घर में सोई थी? घर में सोई थी मम्मी और उस घर में और कौन कौन सोए थे? उसके पापा बाहर सोए थे वो सारा में, और उसका एक बहन का लड़का सोया था। कितने बजे की घटना है ये? करीब यही 1:25-30 का है। अभी लड़की की हालत कैसी है? सर यहाँ तो उपचार के लिए रामकोला यहाँ से रेफर कर दिए लोग जिला फिर रेफर कर दिया, वहाँ गोरखपुर चली गई। गोरखपुर जी। तभी क्या लड़की कैसी है? अब लड़की का तो हाल अभी हम लोग को कुछ रिपोर्ट नहीं पता चला है, लेकिन मामला सीरियस ही चल रहा है, सुने हैं। വെള്ളിയാഴ്ച രാവിലെ അവൾ ആ ചികിത്സ തുടരുന്നതിനിടെയാണ് അവളുടെ അന്ത്യം സംഭവിക്കുന്നത്. കാജലിന്റെ മരണം. അവളുടെ അമ്മ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. 2 പേരാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായത്. ആദ്യത്തെയാൾ ഛോട്ടേലാൽ ഖർവാർ, രണ്ടാമൻ അനൂജ് കുശ്വാഹ. ഈ വീട്ടുകാർ പ്രകടിപ്പിച്ച ഒരു സംശയം, അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഛോട്ടേലാലിലേക്കും അനൂജ് കുശ്വാഹയിലേക്കും കാര്യങ്ങൾ എത്തിയത്. ഈ ഛോട്ടേലാലിന് ഈ മരിച്ച പെൺകുട്ടിയോട് വലിയ താല്പര്യമായിരുന്നു. നിരന്തരം അയാൾ പെൺകുട്ടിയെ പിറകെ നടന്ന് ശല്യപ്പെടുത്തും, അവളെ നിർബന്ധിക്കുകയും ചെയ്യും. തുടർച്ചയായി അവൾ ഈ ഛോട്ടേലാലിന്റെ ആവശ്യങ്ങൾ നിഷേധിച്ചുകൊണ്ടേയിരുന്നു. തുടർച്ചയായി നിഷേധിക്കപ്പെട്ടപ്പോൾ അയാൾക്ക് പകയായി. മറ്റൊരു വിവാഹം ഉറപ്പിച്ചതാണ് തനിക്കെന്ന് അവൾ പലവട്ടം അയാളോട് പറഞ്ഞു. പക്ഷേ ആ വാക്കുകളൊന്നും ചെവിക്കൊള്ളാൻ അയാൾ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് രാത്രിയുടെ മറവിൽ വീടിന് മുകളിൽ കയറി ആ വീടിന്റെ ഓടിളക്കി ഉറങ്ങിക്കിടക്കുകയായിരുന്ന കാജലിന്റെയും അമ്മയുടെയും ദേഹത്തേക്ക് അയാൾ ആസിഡ് ഒഴിച്ചത്. ചോട്ടു കുശ്വാഹ, അഭിമന്യു, ഈ 2 പേരാണ് ഇവർക്ക് 2 പേർക്കും സഹായികളായി അന്ന് രാത്രി ആക്രമണം നടക്കുമ്പോൾ ഇവർക്ക് ആസിഡ് ആക്രമണം നടത്താൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തത്. അവരെയും അവരുടെ പേരുകളും FIR-ൽ ചേർത്തിട്ടുണ്ട്. എന്താണെങ്കിലും പോലീസ് പറയുന്നത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് തന്നെയാണ് ആ ആസിഡ് ആക്രമണം നടത്തിയത് എന്നാണ്. കാരണം തനിക്ക് ലഭിക്കാത്ത സ്നേഹം
മറ്റൊരാൾക്കും ലഭിക്കരുത് എന്ന മനോനിലയിലാണ് ഛോട്ടേലാൽ ഈ കടും കൈ ചെയ്തതെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.